സ്ഥാനാർത്ഥിയാക്കാൻ അവർ നടത്തിയ ഈ അപൂർവ പ്രതിഷേധം മാധ്യമങ്ങൾ ലോകമാകെ അറിയിച്ചു. ഈ പ്രതിഷേധങ്ങൾ മൂലം VS സ്ഥാനാർത്ഥിയാക്കുമോ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് പിണറായിയുടെ പ്രതികരണം പരിഹാസപൂർണമായിരുന്നു. അതായത് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല, ഈ പാർട്ടിയുടെ സംഘടനാ രീതിയെ കുറിച്ച് അറിയില്ല. നിങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന എന്ത് അസംബന്ധവും ഈ പാർട്ടിക്ക് ബാധകമാകും എന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്. എന്തായാലും അന്ന് ഇതിനേക്കാളും വലിയ തമ്മിലടി അടിച്ച ടീമുകളാണ് ഇപ്പം വന്നിട്ടിരുന്ന് മെഴുകുന്നത് കമന്റ് ബോക്സിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട്. ഓക്കെ, എല്ലാ പാർട്ടിയിലും ഉണ്ട് ഈ തമ്മിലടിയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. കോൺഗ്രസിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റിലാണെങ്കിലും ഈ അടുത്ത സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന സമയത്ത് BJP ട്രിവാൻഡ്രം പിടിച്ചല്ലോ. ശ്രീരേഖ IPS എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ട. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് സംസാരിക്കൊന്നും വേണ്ട. ഓക്കെ, എന്തായാലും കോൺഗ്രസ് ഭരണത്തിൽ വന്നല്ലോ. VD സതീശൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുള്ളവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. അതിൻ്റെ എണ്ണം ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന വീഡിയോ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ പറയുന്ന വീഡിയോയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. കാരണം ഒരു നല്ലൊരു നേതാവിനെ അദ്ദേഹം എടുത്തു കളഞ്ഞത് അത് വേറെ ഒരു കാര്യം. പക്ഷേ ഇന്ന് അതേ ജനങ്ങൾ തന്നെ വീഡിയോ മതി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. താഴ്ത്തട്ടി കിടന്ന കോൺഗ്രസിനെ കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹമാണ്. പിന്നെ KC വേണുഗോപാലിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഇവിടെ എന്തുകൊണ്ട് മത്സരിച്ചു കൂടായിരുന്നു? ചെയ്തില്ല. ഇതിനേക്കാളും നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഇപ്പം കിടന്ന് വള്ളം പിടിയിടുന്നത്. അല്ല എന്താ പറയാനാ, എന്തിനാ കിടന്ന് ഇങ്ങനെ? ഞാൻ അറിയാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് ഈ നേതാക്കന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി കുറെ നാണം കെട്ട തന്തയ്ക്ക് പറക്കാത്ത കുറെ നാല് കോൺഗ്രസ്സുകാരെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അതുപോലെ കുറേ എണ്ണം വന്നിട്ട് സമരവും അത് ഇത് മറ്റേത് ഫ്ലെക്സ് കീറുന്നു അത് കാരണം നിൻ്റെയൊക്കെ അമ്മമ്മയുടെ പറഞ്ഞാൽ കൂടിപ്പോകും. ഞാൻ എൻ്റെ വാചകങ്ങൾ ഇറങ്ങി എന്താണെന്നറിയാം. 10 വർഷത്തിന് ശേഷം ഈ ഒരു പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കായംകുളത്ത് കുറേ എണ്ണം KCയുടെ ഇന്ന് തൂക്കിക്കൊണ്ടിരിക്കുന്നത് നാണം കെട്ട നാറികളൊക്കെ. ഞാൻ അങ്ങനെ പറയും. അല്ല എന്താ പറയാനാ, തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവം കാണിക്കുന്ന കുറേ നാറികൾ. നേതാക്കന്മാരെ ഇഷ്ടപ്പെട്ട് സൂചിപ്പിച്ച് നിൽക്കുന്ന കുറേ നാറികളെന്നേ ഞാൻ പറയത്തുള്ളൂ. ആ കൂട്ടത്തിൽ പിന്നെ ചെന്നിത്തല ഗ്രൂപ്പുകാർ കുഴപ്പമില്ല, ഒരു മൂലം ഇരിപ്പുണ്ട്. ഇവിടെ VDയുടെ ഇറങ്ങി KCയുടെ ഇറങ്ങി. KC പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. MLA കൂടുതൽ സപ്പോർട്ട് ചെയ്തത് KCയാണ്. KC അതുപോലെ തന്നെ എന്താ അറിയാലോ, ഈ രാഹുലിൻ്റെ കൂടെ നടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിൽ നല്ല ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ KC സൂചിപ്പിച്ച് നിന്നത്. ഓക്കെ, ഇതിൽ ഓരോ വ്യക്തികൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ് KCയെ കുറിച്ചുള്ളതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കണം. പരമാവധി നിങ്ങളുടെ അഭിപ്രായം പക്കയായിട്ട് കൊടുക്കുക. എൻ്റെ അഭിപ്രായം വീഡിയോ മതി എന്ന് തന്നെയാണ്. കാരണം ജനങ്ങൾ രാഷ്ട്രീയം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിയല്ല, സാഹചര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ വീഡിയോ അത് മതി. KC വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയേക്കാളും വലിയ പോസ്റ്റാണ് ഒരു മുഖ്യമന്ത്രി പോസ്റ്റ്. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ എന്ത് ചെയ്യണം? ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് രാജിവെച്ച് MP സ്ഥാനം രാജിവെച്ചിട്ട് ഈ നിയോജകമണ്ഡലത്തിൽ വന്ന് സജീവ് ജോസഫിനെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ മത്സരത്തിലായിരുന്നു. ഞങ്ങൾ 100% ശങ്കുക്കണ്ണം കൊടുത്തു പോയത്. അത് ഇദ്ദേഹം ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റും കറക്റ്റാണ്. അയാൾ രാജിവെച്ചിട്ട് വന്നിട്ട് ചെയ്യണമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാരെല്ലാവരും കൂടെ തെരുവിൽ നിന്ന് അതും ഇതും ഒക്കെ വലിച്ചു കീറുകയും ഉമ്മൻചാണ്ടിയുടെ പടം ഉൾപ്പെടെ വലിച്ചു കീറുക ഒക്കെ ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന വോട്ട് അത്രയ്ക്ക് ഉറപ്പുള്ളവനായിരുന്നെങ്കിൽ വന്ന് ഉറപ്പ് കാണിക്കണമായിരുന്നു. അതും കാണിക്കുന്നില്ല. എന്തോ പറയാനാന്ന് പറ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഫ്രെയിമിലേ അല്ല, ഇങ്ങോട്ട് ആരും എഴുന്നള്ളി വന്നിട്ട് മെഴുകാൻ വേണ്ട. അതൊക്കെ നിന്റെ പാർട്ടിയിൽ അന്നൊക്കെ കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. എല്ലാ പാർട്ടിയിലും ഉണ്ട്. ചില ആൾക്കാരൊക്കെ ചില ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞ് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഈ പാർട്ടി എന്ന് പറഞ്ഞ് ഇന്ന് അതിൻ്റെ പുറകിന് പോയി ജീവിതം കളയുന്ന ആൾക്കാരുണ്ട്. സത്യം. ചില ആൾക്കാരെ എന്നിട്ട് സഖാവ് പണ്ടത്തെ സഖാക്കന്മാരൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമിക്കാം. ഇപ്പോഴത്തെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മരിക്കുന്നത് അച്യുതാനന്ദനും പോയപ്പോഴത്തേക്ക് യഥാർത്ഥ കമ്മ്യൂണിസം പോയി. സത്യം പറയാലോ. പിന്നെ നല്ല ആൾക്കാരെ കണ്ട കയറി വരാൻ പറയും. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, നല്ല വ്യക്തിയെന്ന് നോക്കി വോട്ട് കുത്തുക. ഓക്കെ, ഞങ്ങൾ ഇവിടെ 5 വർഷത്തേക്ക് നല്ലൊരു വികസന പ്രവർത്തനം നടത്തിയൊരു MLA ഉണ്ട്. ആ MLA വീണ്ടും 3-4 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ 5 വർഷം ഞങ്ങൾക്ക് വേണം MLA. അല്ലാണ്ട് കെട്ടിയൊക്കെ MLA അല്ല ഞങ്ങൾക്ക് വേണ്ടത്. വേണുഗോപാലോട് മത്സരിക്കാനുള്ള ഞങ്ങൾ ഒന്നുമില്ല. എത്ര ഞങ്ങൾ പ്രവർത്തിക്കും. ഇനി എനിക്കത് പാർട്ടി എന്തെങ്കിലും നടപടി എടുത്താൽ എനിക്ക് പ്രശ്നമില്ല. വോട്ട് ചെയ്ത പ്രശ്നമില്ല. അതാണ് മറ്റത് കൈവട്ടി നമ്മളാക്കിയില്ലല്ലോ. എന്നെ പോട്ടെ, ഞങ്ങൾക്കൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഈ പാർട്ടിയുള്ള സ്നേഹമാണ്. അതാണ്
അതാണ് എനിക്ക് എന്നെ തന്നെ പുള്ളിയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കാരണം പാർട്ടിയുടെ അധികാരമോ സ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും സംസാരിക്കുന്നത് ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ട്. അതിപ്പം എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പും കാര്യങ്ങളുള്ളതാണ്. ഞാൻ എവിടെയാണ് അന്തസ്സോടെ ഞെളിഞ്ഞു എന്ന് പറയാൻ ഞാൻ KC ഗ്രൂപ്പുകാരനാണെന്നേ പറയത്തുള്ളൂ. KC ഗ്രൂപ്പുകാരനാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ KC സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതാണ് കാരണം 10 വർഷത്തിന് ശേഷം ഈ ഒരു പാർട്ടി തിരിച്ചു വന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. ഒരു പണിയെടുക്കാത്ത ഒരുത്തം വന്നിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിപ്പം സ്വന്തം തന്തയായാലും ശരി, ആരായാലും ശരി, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയണമല്ലോ. അതങ്ങനെയാണ്. 10 വർഷം പ്രതിപക്ഷത്തിനിട്ട് എത്ര ഭൂരിപക്ഷത്തിനാണ് നമ്മൾ വിജയിച്ചിരുന്നത്? ആ ഭൂരിപക്ഷത്തിന്റെ ഒരു മഹിമ എല്ലാം ചോട്ടിക്കളഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഓരോ സഖാക്കന്മാരും ഞങ്ങൾക്ക് വാട്സപ്പിൽ പോയി തരുന്ന പ്രതികരണം അറിയുമോ? ഞങ്ങൾക്ക് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താ പറയാ സങ്കടം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അത്ര ഞങ്ങൾ ചോര നീയാക്കി പണിയെടുത്താണ് ഞങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം തിരിച്ചങ്ങോട്ട് കാട്ടാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ പറയണമെന്ന് പറഞ്ഞു മനസ്സിലായ കൂടുതൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണം മണിയാൽ നാടൻ ഭാഷ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ അതേ ഉള്ളൂ. അതല്ല പ്രതിഷേധം മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ പോളണം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അടൂർ പ്രകാശ് ആഗ്രഹിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിലിന്റെ പേരിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഇവരൊക്കെ രാജിവെച്ചിട്ട് സുധാകരൻ ആഭ്യന്തരവും ഷാഫി പറമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയും കൊടിക്കുന്നിൽ സുരേഷ് ആരോപണത്തിലേക്ക് എല്ലാ എംപിമാരും വരട്ടെ. ഒരാൾ മാത്രമായിട്ട് KC വേണുഗോപാലിനോട് നിയമം മാറ്റാം. സുധാകരൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് നിയമം പറഞ്ഞത്? അത് പോയിന്റ്. സുധാകരൻ മത്സരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് എന്തായാലും നീ കൊച്ചു കേരളത്തിൽ നടന്നത്? അന്ന് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സുധാകരൻ അവിടെ പോയി ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. മറന്നുപോയോ എല്ലാവരും? അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ ആലോചിക്കണം. രാഷ്ട്രീയക്കാർ ഇതെല്ലാം യഥാർത്ഥ രാഷ്ട്രീയക്കാർ, യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തെരുവിലോട്ട് ഇറങ്ങിയതാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ പറയാൻ കഴിഞ്ഞിട്ട് പുള്ളിക്കും അത് ഭയങ്കര ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ തെരുവിലിറങ്ങിയത് ഇത് മറ്റുള്ള ആൾക്കാർ കണ്ട് കൈയടിക്കുകയാണ്. ഇവിടെ കൈയടിക്കുന്ന ആരാന്നറിയോ? കമ്മ്യൂണിസ്റ്റിനേക്കാളും കൂടുതൽ അടിക്കുന്ന BJP ആണ്. കാരണം അടുത്ത വട്ടം അവർക്ക് 3 സീറ്റ് കൂടുതലും കൂടെ കിട്ടും ഈ ഒരു സംഭവം കാണുമ്പോൾ. കോൺഗ്രസിന്റെ തമ്മിലടി കാരണം എല്ലാവരും പറയുന്ന കോൺഗ്രസിന്റെ തമ്മിലടി എന്നാണ്. കോൺഗ്രസിന്റെ തമ്മിലടി എന്നാണ്. മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? KC വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആവശ്യം പറഞ്ഞത്. സുധാകരൻ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ചരിത്രത്തിൽ 49 വർഷമായിട്ട് തളിപ്പറമ്പിൽ CPM ഒരു MLA ഇല്ലാത്ത കാലഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ KC വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കൂറിലെ UDF പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പാഴ്ത്താൻ തന്റേടമുണ്ടെങ്കിൽ ഞങ്ങളും വെല്ലുവിളിക്കുക. ഞങ്ങൾ UDFകാരാണ്, പാർട്ടി വക്താക്കളാണ്, മെമ്പർമാരാണ്, ഔദ്യോഗിക ഭാരമായിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്. ഞങ്ങളും വെല്ലുവിളിക്കുന്നു. KC വേണുഗോപാലിന്റേതല്ല MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെട്ടത് ഏത് MP ആവട്ടെ, ആരും ആവട്ടെ, അവരെ തോൽപ്പിച്ചിട്ട് KCയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുത്തു. സുധാകരൻ സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാണ്. സുധാകരൻ സാറേ, താങ്കളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തിയപ്പോൾ ഒരുപാട് നെഞ്ച് പിങ്ങിയാണ് ഞങ്ങൾ. ആ സമയത്ത് നിങ്ങളൊരു പാർട്ടി രൂപീകരിക്കാമെങ്കിൽ ആ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുന്ന ആ ലക്ഷണത്തിലാകുന്നുണ്ട്. ഇന്ന് ഞാൻ ഉറക്കെ പറയുന്നു, നിങ്ങളുള്ള ബഹുമാനം പോയി സുധാകരൻ സാറേ. നിങ്ങൾ ഈ ഈഴപ്പാപ്പ് നയമുണ്ടല്ലോ, 2 വർഷത്തിന് കാര്യം വെച്ചിട്ടുള്ള നിർത്താം. അതാദ്യം നിങ്ങൾ മതിയാക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ വന്നാൽ ഇരിക്കൂറിൽ മത്സരിക്കാൻ വന്നാൽ എന്താണ് ഇരിക്കൂറിലെ കോൺഗ്രസ് വികാരമെന്ന് തിരിച്ചറിയും. ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം സമ്മാനിക്കുമെന്നാണ് ഇരിക്കൂറിൽ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് അണികൾ വെല്ലുവിളിക്കുന്നത്. അവിടെ ഒരു ഇലക്ഷൻ നടന്നാൽ BJP 4ാമത്തെ അക്കൗണ്ട് ഉറപ്പായിട്ടും തുറക്കും. ഉറപ്പാണ്. കാരണം നല്ല നട്ടലുള്ള കോൺഗ്രസ്സുകാരെന്തായാലും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന് വോട്ട് കൊടുക്കത്തില്ല. സത്യം. പിന്നെയും കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ BJPക്കും എല്ലാം കൊണ്ട് കൊടുക്കും. ഇതായിരിക്കും സംഭവം. ഇനി അടുത്ത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാര്യം സംസാരിക്കാം. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കുറെ നാറികൾ കയറി കളഞ്ഞു. അപ്പോൾ നമ്മുടെ ചാണ്ടി ഉമ്മ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാരായിരിക്കത്തില്ല എന്നുള്ള രീതിയിലാണ്. എൻ്റെ പൊന്ന് ചാണ്ടി ഉമ്മ, അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നവരും ഉണ്ട്, തന്തയ്ക്ക് പിറക്കാത്തവന്മാരും ഉണ്ട് ഇതിനകത്ത്. അതും കൂടെ ചിന്തിക്കുക. അതായിരിക്കും നല്ലത്. ഞാനത് പറയുന്നില്ല, ചാണ്ടി ഉമ്മ പറയുന്നൊന്ന് വെക്കാം. എല്ലാവർക്കും ഉപയോഗിക്കാം. എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. നിങ്ങൾ വലിച്ചു കയറുമ്പോൾ, നിങ്ങൾ കത്തിക്കുമ്പോൾ അത് എന്നെ വേദനിപ്പിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് കോൺഗ്രസ്സുകാരാവാൻ സാധ്യതയില്ല. അത് വേറെ ആരെങ്കിലും ആയിരിക്കാം. ഇതിന്റെ അടുത്ത് നുഴഞ്ഞു കയറി ഞാൻ ഇതേ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. വളരെ മോശമായി എന്റെ പിതാവിനെ കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ. ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇതൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു BJP നേതാവാണ്. ഏതോ സ്ഥലത്തെ യൂണിറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ BJPക്കാരാകാൻ മുഴുവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് ഒരാൾ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ചിലരും ഇതേ പ്രകടനങ്ങളിലൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് സംശയം. അല്ലെങ്കിൽ അത് എന്റെ പിതാവിന്റെ ഫോട്ടോ കോൺഗ്രസ്സുകാരും കത്തിക്കുമെന്നോ കോൺഗ്രസ്സുകാരും അതിലേക്ക് ഇരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇതേപോലെ പ്രകടനങ്ങൾ ഇത് പ്രീമച്യൂറാണ്.
നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു പ്രോസസ്സാണ് ഈ പാർട്ടിക്ക്. ആ പാർട്ടിയുടെ പ്രോസസ്സ് ഞാൻ ഇന്നലെ പലരോടും പറഞ്ഞതാണ്. ആ പ്രോസസ്സ് കഴിയട്ടെ, അത് നമുക്ക് ആലോചിക്കാം. അപ്പോഴത്തേക്ക് ഈ തരത്തിലുള്ള പ്രകടനം വരുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാർക്കും അവസരമാണ് അതിനകത്തോട്ട് കയറാനും ഇതേപോലെ കാര്യങ്ങൾ കാണിക്കാനും എന്നുള്ളത് എല്ലാവരും ഓർക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാം. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യമില്ലാതെ നടന്നിട്ടാണല്ലോ ഈശ്വര ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ആ ഉമ്മൻചാണ്ടിയുടെയും കൂടെ ഫ്ലെക്സ് കയറാന്ന് പറയുന്നത്. അതാണ് ഞാനൊരു വീഡിയോ വെച്ചാൽ നിങ്ങളൊന്ന് കാണും. ഈ കീറാൻ വന്നവന്റെ സ്ഥാനത്ത് ഒരു പക്ഷെ ഞാനായിരുന്നെങ്കിൽ എൻ്റെ കൈ വിറയ്ക്കും. ഉള്ള കാര്യം പറയാം. എനിക്ക് പിന്നെ ഇങ്ങനത്തെ രാഷ്ട്രീയത്തിനോടൊന്നും വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ കീറലും അതും ഇതുമൊക്കെ അതിനോടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നൊരു നിമിഷമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഒരു നാണവും മാനവും. എടാ നീയൊക്കെ ആലോക്കടാ, മൈനങ്ങളെ 10 വർഷമായി, ഈ ഒരു 10 വർഷം കൊണ്ട് നരയിക്കുക. എന്നിട്ട് കിട്ടുമ്പം അതുപോലും ഓക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വി ഡി സതീശനോ KCO എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബൈ ഗൈസ്, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വേണ്ടത്. ജനങ്ങളാണ് ഇവിടുത്തെ തീരുമാനം. അത് മതി, അതാണ് അന്തിമം. ബൈ, ലവ് യു ഓൾ ഗൈസ്.